ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ലോവർ ആപ്സ് അല്ലെങ്കിൽ അടിവയർ ഒരുപാട് തൂങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ വർക്കൗട്ടും ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഏത് പ്ലേസിലിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇന്നത്തെ വീഡിയോ കണ്ടോളൂ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സിംഗിൾ ലെഗ് ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതേപോലെ നിലത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഏത് പ്ലേസിൽ വേണമെങ്കിലും ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. അതിനുശേഷം ലെഗ്സ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഓരോ ലെഗ്സും ഈ ഒരു രീതിയിൽ ഉയർത്തി കൊടുക്കുക. 90 ഡിഗ്രി ആംഗിളിൽ വേണം ഉയർത്തി കൊടുക്കാൻ. അതേപോലെ തന്നെ നിലത്ത് മുട്ടാത്ത രീതിയിൽ തന്നെ താഴ്ത്തി കൊടുക്കുക. മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഗ് ഡ്രോപ്പ് നീട്ടക്കാണ്. ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ കിടക്കുക. അതിനുശേഷം ഇരുവശങ്ങളിലായിട്ട് നിങ്ങളെ കൈകൾ ഉറപ്പിക്കുക. അതിനുശേഷം കാലുകൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരത്തക്ക രീതിയിൽ മുട്ട് ബെൻഡ് ചെയ്ത് മുകളിലേക്ക് പോവുക. അതേപോലെ തന്നെ സെയിം പോസ്റ്റിൽ തന്നെ വീണ്ടും തിരിച്ചത് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആപ്സ് മസിൽസിനെ കൂടുതൽ ടൈറ്റ് ആക്കാനും സ്ട്രോങ് ആക്കാനും സഹായിക്കുന്ന വർക്കൗട്ടുകളിൽ ഒന്നാണിത്. ലോവർ ആപ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ട് കൂടിയാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. ഫ്ലട്ടർ കിക്സ് എന്നാണ് ഈ ഒരു വർക്കൗട്ടിൻ്റെ പേര്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നതിന് ശേഷം കാലുകൾ 90 ഡിഗ്രി ഉയർത്തി കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഇരു കാലുകളും മൂവ് ചെയ്ത് കൊടുക്കുക. ആപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ബ്രീത്ത് മാക്സിമം ഇൻ ചെയ്യുക, അതേപോലെ ഔട്ട് ചെയ്യുക. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് സിംഗിൾ ലെഗ് ടാപ്സ് ആണ്. ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ തന്നെ ബിഗിനേഴ്സിന് പോലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വർക്കൗട്ടാണ്. മുട്ടുകൾ ഇതേപോലെ 90 ഡിഗ്രി ആംഗിളിൽ ബെൻഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതേപോലെ നമ്മുടെ കാലിൻ്റെ പാദം കൊണ്ട് നിലത്ത് മുട്ടത്തക്ക രീതിയിൽ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക. ഓരോ ലെഗ്സിനും 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ലോവർ ആപ്സ് അല്ലെങ്കിൽ അടിവയർ ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. മാക്സിമം ടൈറ്റ് ചെയ്ത് ചെയ്യുക. ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസിനെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കാനും കൂടുതൽ സ്ട്രോങ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഓവറായിട്ടുള്ള ബെല്ലി ഫാറ്റൊക്കെ ബേൺ ചെയ്ത് കളയാനും സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ കാല് മൂവ് ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടാവും. നമ്മൾ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ സ്പൈൻ കൂടി ഇതേപോലെ ഉയർത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് അപ്പർ ബോഡി ഉയർത്താൻ പറ്റുമെങ്കിൽ അതുകൂടി ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മാക്സിമം 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ലോവർ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്ലാങ്ക് വിത്ത് ക്രഞ്ച് കൂടി ലാസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു രീതിയിൽ പ്ലാങ്കിൻ്റെ പൊസിഷനിൽ തന്നെ നിൽക്കുക. അതിനുശേഷം പ്ലാങ്ക് വിത്ത് ക്രഞ്ച് ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട്. 15 എണ്ണം വെച്ചിട്ട് 3 സെറ്റായിട്ടോ 1 മിനിറ്റ് വെച്ച് 3 സെറ്റായിട്ടോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഉറപ്പായിട്ടും നോക്കിയിരിക്കണം. അതേപോലെ തന്നെ കാർഡിയോ വർക്കൗട്ട് കൂടി ചെയ്ത് കൊടുക്കണം. ജിമ്മിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് തന്നെ കാർഡിയോ ചെയ്യാൻ ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. ഏതെങ്കിലുമൊക്കെ കാർഡിയോ വർക്കൗട്ടുകളൂടി നിങ്ങൾ അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അനിവാര്യമായിരിക്കും. നിങ്ങളുടെ അമിതമായിട്ടുള്ള ശരീരത്തിലെ ഫാറ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആപ്സിലെ ഫാറ്റും കുറയാൻ ഇത് സഹായകരമായിരിക്കും. ബോഡി വെയ്റ്റ് ഒരുപാടുള്ള ആളുകളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്റ്റാമിന വരാനൊക്കെ സഹായകരമായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ വർക്കൗട്ടുകൾ ചെയ്ത് കൊടുക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.